പോലീസ് തൊപ്പിയില്ല എന്നാ പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ട എനിക്കെതിരായി. പോലീസ് തൊപ്പിയല്ലേ. നിങ്ങൾ കേട്ടില്ലേ, ഗണേഷ് കുമാർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം പറയുക, സ്വന്തമായിട്ട് ചിരിക്കുക, അതല്ലേ നിങ്ങൾ കാണുന്നത്? ഇപ്പൊ കുറച്ചായിട്ട് ഗണേഷ് കുമാറിന് മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല. ഈ ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള ഒരു മാസ്റ്റർ കാർഡ് ഉണ്ടല്ലോ, സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെങ്കിലും ആയി തോന്നുന്നു എന്തെങ്കിലും വിളിച്ചു പറയുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നുണ്ട് സുരേഷ് ഗോപിയോട് ഗണേഷ് കുമാറിന് വളരെ വലിയ രീതിയിൽ വ്യക്തിവൈരാഗ്യമുണ്ട്. പല സന്ദർഭത്തിലും കേരളത്തിൽ മറ്റൊരാൾ പറയാത്ത രീതിയിൽ ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്നത്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം കേരളത്തിൽ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു ചെറിയ ഭാഗം. ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിന്റെ പുറയിൽ കാറിന്റെ ഗ്ലാസ്സില്ല, ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാധാരണ SP-മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കാൻ പുറകെ വെച്ച്. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP-യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറകെ സീറ്റിൻ്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയോ പറയാനുണ്ട്. ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിപ്പോൾ വീഡിയോ ഒന്നുമില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാൻ. ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകൻ, കട്ട് പറയേണ്ട സംവിധായകർ പറയും. അത് ജനങ്ങൾ കണ്ടില്ലേ, ഗണേഷ് കുമാറിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുക. പരമാവധി സുരേഷ് ഗോപിയെ താറടിക്കണം. SP തൊപ്പിയൊക്കെ വാഹനത്തിൽ വെക്കുന്നുണ്ട്, മറ്റു പോലീസുകാര് ആരൊന്നും കൈ കാണിക്കില്ല. അത്തരത്തിൽ സുരേഷ് ഗോപിയെ താറടിക്കാൻ തന്നെയാണ് ഗണേഷ് കുമാർ ശ്രമിച്ചത്. ഈ ഒരു കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയോടൊന്നും ആർക്കും യാതൊരു വെറുപ്പുമില്ല. ഒന്ന്, ഗണേഷ് കുമാർ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപി തൊപ്പി വെച്ചു എന്നും പറഞ്ഞ് ആരും ഒന്നും പറഞ്ഞു വരാൻ പോകുന്നില്ല. അല്ലെങ്കിലും ഗണേഷ് കുമാറിന്റെ ചിന്താഗതിക്കാർക്കും മൗലികൾക്കൊക്കെ ഇതൊരു വലിയ ആഘോഷമായിരിക്കും. ഇതിന്റെ പിന്നാലെ പോകും. അതേസമയം ഗണേഷ് കുമാറിനെതിരെ സുരേഷ് ഗോപി ഒന്നും പറയാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗണേഷ് കുമാറിന് നല്ലത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇന്നലകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കേട്ടാൽ അറക്കുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങളുള്ള വ്യക്തിയല്ല ഗണേഷ് കുമാർ. നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് പോയാൽ സുരേഷ് ഗോപിയുടെ തൊപ്പിക്കഥയൊക്കെ പറയണ്ട എന്ന തരത്തിലുള്ള കഥകൾ ഗണേഷിന് തന്നെ ഇല്ലേ? എന്തുമാതിരി ഇന്നലകളിൽ ഈ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് എന്തുമാതിരി കഥകൾ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ തൊപ്പിക്കഥ പോലെയാണോ? കേട്ടാൽ അറപ്പ് വരുന്ന, കേട്ടാൽ തലയാഴ്ത്തേണ്ട പല കഥകളും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരാറില്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കൽ പോലെ തന്നെയാണ് നമുക്ക് ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇതേപോലെ തന്നെ ഗണേഷ് കുമാർ ഒന്ന് വായ തുറന്നതായിരുന്നു. അതിന് ജനം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്നും സുരേഷ് ഗോപിയോട് വ്യക്തിവൈരാഗ്യം പോലെ തന്നെ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5, 6 പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നാക്കി വെക്കും. നിങ്ങൾ കേട്ടില്ലേ? പരമാവധി അപമാനിക്കാൻ ശ്രമിച്ചതാ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷൻ സമയത്ത് തൃശൂർ ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്കാൻ പോയ സമയത്ത് അദ്ദേഹം നോമ്പ് തുറന്ന വീഡിയോ കണ്ടിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുസ്ലിം പള്ളിയിൽ പോയിട്ട് പിന്നെ മറ്റെന്തെങ്കിലുമാണോ വിളിച്ചു പറയേണ്ടത്? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ മറ്റുള്ള ആരാധന സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് പറയേണ്ടത്. ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്ക് പിന്നാലെ കൂടിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി ലോക്സഭാ ഇലക്ഷനിൽ പിന്നാലെ കൂടിയത് കൊണ്ട് ജനങ്ങൾ 3.25 ലക്ഷത്തിലധികം വോട്ടിനാണ് വിജയിപ്പിച്ചത്. താങ്കൾ ഇനിയും സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ വരണം. അത് വലിയൊരു ഇലക്ഷനാണ്, നിയമസഭാ ഇലക്ഷനാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ മെനക്കെട്ട്
മുഖ്യമന്ത്രിയാക്കാമെന്നാണോ ഗണേഷ് കുമാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്? ജനങ്ങളൊക്കെ ഇതിനൊക്കെയുള്ള മറുപടി ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിക്കെതിരെ വാലാട്ടി വരുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയതുപോലെ വരുന്ന സകല ആളുകൾക്കും കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും. അത്തരമൊരു ചരിത്രം കഴിഞ്ഞ തൃശ്ശൂരിലെ ഇലക്ഷനിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കലാണ് നമ്മുടെ കേരളത്തില് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നടൻ സിനിമാ മേഖലയിൽ തന്നെയുള്ള ഗണേഷ് കുമാറിന്റെ അതേ ശൈലിയിൽ ഗണേഷ് കുമാർ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ആവുന്നത് പോലെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. തോന്നിയതുപോലെ അങ്ങേറ്റം വൃത്തിയോട് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ടാർഗറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിനി ടോമിന്റെ ചെറിയൊരു ഭാഗമുണ്ട്, നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞാല് നിഖായൻ എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം, അങ്ങനെ പറഞ്ഞിട്ട് നാളെ പിന്ന് കാലത്തെ മൊബൈൽ എടുത്തോണ്ട് വെച്ചത് നിങ്ങളൊക്കെ ആരാ മാധ്യമോ? എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല. ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം. നിങ്ങൾ കേട്ടില്ലേ? ഇതിനൊക്കെ ഒരു വിശദീകരണമായിട്ട് വലിയ രീതിയിൽ ടിനി ടോമിനെതിരെ വന്നതോട് കൂടിയിട്ട് വിശദീകരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ടിനി ടോം പോസ്റ്റ് ചെയ്തതാണ്. ഇതാണ് സത്യം. ഉദ്ഘാടന ചടങ്ങിൽ നിർബന്ധിച്ച് സുരേഷ് ഏട്ടനെ അനുകരിപ്പിച്ചിട്ട് അത് മാത്രം എഡിറ്റ് ചെയ്ത് ദയവായി രാഷ്ട്രീയ വിരോധം നൽകരുത്. സുരേഷ് ഏട്ടൻ എനിക്ക് സഹോദരന് തുല്യമാണ് എന്നും എപ്പോഴും. നമ്മളൊക്കെ വീടുകളിൽ സഹോദരനോട് ആദരവ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. ഇനി എന്തായാലും ടിനി ടോം വീട്ടിൽ സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെയാണോ ആദരവ് പ്രകടിപ്പിക്കാറുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? ന്യായീകരണമായിട്ട് രംഗത്തെത്തിയതാ. ഈ ടിനി ടോം എന്താ ചെയ്തത്? ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എത്തുന്നു, സുരേഷ് ഗോപി അങ്ങോട്ട് താറടിക്കുകയല്ലേ ചെയ്തത്? സുരേഷ് ഗോപിയുടെ ഒരു മിമിക്രി ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ മിമിക്രി ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. സുരേഷ് ഗോപിയുടെയൊക്കെ മിമിക്രി ഇത്തരത്തിലാണോ അഭിനയിക്കാറുള്ളത്? ഇത് എന്താണോ ഉദ്ദേശിച്ചത്? സുരേഷ് ഗോപിയെ താറടിക്കുക. കമ്മി, ജിഹാദി, കോന്നി സംവിധാനങ്ങൾക്ക് അവരൊക്കെ എങ്ങനെയാണോ സുരേഷ് ഗോപിയെ താറടിക്കാറുള്ളത്, അതേ രീതിയിൽ ടിനി ടോം സുരേഷ് ഗോപിയെ താറടിക്കുമ്പോൾ ടിനി ടോമിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നുണ്ട്. ടിനി ടോമൊക്കെ മനഃപൂർവ്വം കിട്ടിയ അവസരത്തിൽ ഒരു കട ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ സുരേഷ് ഗോപിയെ ഇതുപോലെ താറടിച്ചതിന് ടിനി ടോമിനൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ടിനി ടോമിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട്. ടിനി ടോമൊക്കെ നിരന്തരം രംഗത്തെത്തിയിട്ടുണ്ട്. സഹോദരന് തുല്യമാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ് അങ്ങേറ്റത്തുള്ള കപടതയാണെന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ തിരന്നു നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ താറടിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണ് നമ്മൾ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 3.25 ലക്ഷത്തിലധികം വോട്ടുകൾ തൃശൂർ ജനത വിജയിപ്പിച്ചു. കേരളം മൊത്തം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ജിഹാദി സകല ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത്. ഇതിനുള്ള മറുപടിയും കേരളത്തിലെ സകല സാധാരണക്കാർ അധികം വൈകാതെ തന്നെ തരുമെന്നുള്ളത് കൃത്യമായിട്ട് ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.